ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ രാമു ദാമു എന്നു പേരുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കളിക്കുവാനും പഠിക്കുവാനും എല്ലാം അവരെല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിനരികിലുള്ള കാട്ടിൽ ഒരു സുന്ദരമായ പൂവിരിഞ്ഞു. പൂവിരിഞ്ഞ വാർത്ത ഗ്രാമത്തിലാകെ പരന്നു. രാമു, നീ അറിഞ്ഞോ? കാട്ടിൽ എന്തോ വലിയ മനോഹരമായ പൂവിരിഞ്ഞു. നമുക്കൊന്ന് പോയി കണ്ടാലോ? രാമുവും ദാമുവും കാട്ടിലൂടെ യാത്ര തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ദൂരെ നിന്നും അവർ എന്തോ ഒരു ശബ്ദം കേട്ടു. രാമു, അങ്ങോട്ട് നോക്കിയേ, ഒരു വലിയ കരടി. അത് നമ്മളെ കൊല്ലും. നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ? ഓടിയാൽ അത് നമ്മുടെ പുറകെ വരില്ലേ? മാത്രമല്ല കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം ഓടിക്കൂടും. നമ്മൾ എന്തെടുക്കും? കരടി നമ്മുടെ അടുത്തേക്ക് വരികയാണല്ലോ. നമ്മൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമുക്ക് ദേ ആ വലിയ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറാം. കരടിക്ക് മരത്തിന്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ദാമു വേഗം തന്നെ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി. പക്ഷേ രാമുവിന് മരത്തിന്റെ മുകളിൽ ചാടിക്കയറാൻ കഴിഞ്ഞില്ല. പേടി കൊണ്ട് ശരീരമാകെ മരവിച്ചതുപോലെ അവൻ മരത്തിന്റെ താഴെ തന്നെ നിന്നു. അപ്പോഴാണ് മരിച്ച മനുഷ്യരെ കരടി ഉപദ്രവിക്കില്ലെന്ന് അവന്റെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തത് അവൻ ഓർമ്മ വന്നത്. രാമു ശ്വാസം അടക്കി പിടിച്ച് മരിച്ചതുപോലെ മരത്തിന്റെ അടിയിൽ കിടന്നു. കരടി രാമുവിന്റെ അടുത്തേക്ക് വന്ന് കുറച്ചു നേരം നിന്ന ശേഷം അവൻ മരിച്ചെന്ന് കരുതി തിരികെ പോയി. കരടി പോയ ശേഷം ദാമു മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. രാമുവിനെയും കൂട്ടി അവർ കാട്ടിലൂടെ പൂവ് തേടിയുള്ള യാത്ര ആരംഭിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവരൊരു മയിലിനെ കണ്ടുമുട്ടി. നമ്മൾ ഒത്തിരി ദൂരം നടന്നു വന്നല്ലോ, ഇതുവരെ പൂവൊന്നും കണ്ടില്ല. ഇനി നമ്മളെ പറ്റിച്ചതാണോ? അതെ, ഇത് തന്നെയാ വഴി. നേരെ പോയാ മതി. ഞാൻ നിങ്ങളോടൊപ്പം വന്ന് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. അവർ കാട്ടിലൂടെ നടന്ന് പൂവിന്റെ അരികിലെത്തി. മനോഹരമായ സുഗന്ധം പരത്തുന്ന തിളക്കമുള്ള പൂവ് കണ്ട ശേഷം രാമുവും ദാമുവും മയിലിനോട് യാത്ര പറഞ്ഞ് സന്തോഷമായി വീട്ടിൽ തിരികെ എത്തി.